എൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്താണെന്നറിയോ, ഒരു ബ്രൈഡും ഫാമിലിയും കൂടെ കയറി വന്നിട്ട് പറയാണ്, ചേച്ചി എൻഗേജ്മെൻറ്റ്, മധുരം വെപ്പ്, ഹൽദി എല്ലാ ഫംഗ്ഷൻസും ഉണ്ട്, ഞങ്ങൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എന്തിടണമെന്ന് ചേച്ചി തീരുമാനിച്ചോ എന്ന് പറഞ്ഞൊരു നിപ്പുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വലിയൊരു ടെൻഷനാണ്. കാരണം നമ്മൾ ആ ബ്രാൻഡിനെ അത്രയും അവർ വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ആ ഒരു വാക്ക് അവർ പറയാനുള്ള ധൈര്യം അവർ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്കും അതൊരു ടെൻഷനാണ്. കാരണം അവരുടെ ആ ഒരു ലിമിറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബെഞ്ച് മാർക്കിലേക്ക് നമ്മൾ എത്തണം എന്ന് പറയുന്നത്. വാഴക്കുളത്ത് നിന്നാണ് നമ്മുടെ ഗ്രേസ് ചേച്ചിയും റാണി ചേച്ചിയും അവരൊരു ബറ്റാലിയൻ പിള്ളേരും ഉണ്ടോ ടോലിക്കില്ല. അവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും ഡ്രസ്സ് നേരെ ഇങ്ങ് പോരുള്ളൂ. അതേപോലെ തന്നെയായിരുന്നു മെറിലിന്റെ വെഡിങ്ങിനും. എൻഗേജ്മെന്റിനുള്ള വെയറാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, കാരണം ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സ്. അപ്പം മെറിലിന് അങ്ങനെയില്ല ചേച്ചി, എനിക്ക് എന്താ ചേരാന്ന് വെച്ചാൽ ചേച്ചി അത് പറഞ്ഞാൽ മതി എന്നുള്ളൊരു റിയാക്ഷനാണ് എനിക്ക് തരുന്നത്. അതേപോലെ ഫുൾ സപ്പോർട്ടിലാണ്, അതാ ചേച്ചി പറയണ പോലെ ചെയ്താൽ മതി എന്നുള്ളതാണ് ഗ്രേസ് ചേച്ചിയുടെ ആണെങ്കിലും റിയാക്ഷൻ വരുന്നത്. നമുക്ക് ഫിറ്റ് ആൻഡ് ഫ്ലെയർ ആയാലോ എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പം ആൾ പറഞ്ഞു, ചേച്ചി എനിക്ക് കുറച്ചുകൂടെ സ്കേർട്ടിന് കുറച്ച് വോളിയം പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളത് ഇഷ്ടമാണ് എന്നുള്ളതായിരുന്നു മെറിലിന്റെ കൺസേൺ. അപ്പൊ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഓവർ സ്കേർട്ട് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരെണ്ണം ചെയ്തെടുത്ത് നോക്കാം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അകത്തുള്ള സ്കേർട്ട് ഫിറ്റ് ആൻഡ് ഫ്ലെയറും പുറത്തേക്ക് വരുന്നത് ജസ്റ്റ് ഒരു പാനൽ സ്കേർട്ടിൽ നമ്മൾ സൈഡ്സിൽ എംബലിഷ്മെന്റ്സ് എല്ലാം കൊടുത്ത് റെഡിയാക്കാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ മെറ്റീരിയൽ ആണ് പിന്നത്തെ സെലക്ഷൻ വന്നിരുന്നത്. കളർ സ്പെസിഫിക്കേഷൻ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ടോൺ വൈസ് ഒരു പിങ്കിഷ് പീച്ച് അങ്ങനത്തെ ഒരു ടോണിലേക്ക് നമുക്ക് പിടിക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കളേഴ്സ് നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചേച്ചി എനിക്ക് ഈ മെറ്റീരിയൽ ഇഷ്ടമായി. കാരണം ആ സെയിം മെറ്റീരിയലിന്റെ തന്നെ നമുക്ക് റെഡും ഉണ്ടായിരുന്നു. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ആ മെറ്റീരിയലിന് ലാർജ് ഫ്ലവേഴ്സ് ആയിരുന്നു അത്. അപ്പൊ അപ്പോഴത്തെ ട്രെൻഡിങ് ആണ് അത്. ഇനി വരുന്ന ട്രെൻഡ്സും അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. ലാർജർ ഫ്ലവേഴ്സ് ആണ് സ്കേർട്സിലേക്ക് എല്ലാം വരുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് മിറർ വർക്ക്സും കൂടെ ചെയ്തിട്ട് നല്ല ഭംഗിയാണ് അതിന്റെ വർക്ക് കാണാനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ഡയബിൾ ഉണ്ട്, നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത ഒരു ചെറിയൊരു വേഗ് ഐഡിയ പോലെ സ്കേർട്സിന് എടുത്ത് പിന്നെ നമ്മൾ അതിന് ഡൈ ചെയ്തിട്ടുള്ള സാമ്പിൾസ് കാണിച്ചപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആ കളേഴ്സിന്. പിന്നെ എൻഗേജ്മെന്റ് ആണല്ലോ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള ബ്രൈഡ്സ് മെയ്ഡ് കുഞ്ഞു പിള്ളേർ തൊട്ട് വലിയവർ വരെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എല്ലാവർക്കും അതേ തീം പിടിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് ചെയ്തിരുന്നത്. മെറിലിന്റെ ഡ്രസ്സും ഔട്ട്പുട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഒരു ഫിറ്റഡ് സ്കേർട്ട്, ജസ്റ്റ് ഒരു ഓവർ സ്കേർട്ട്, അതിന്റെ സൈഡ്സിൽ കൂടെ എംബ്രോയിഡറി, ടോപ്പിലും ആ സെയിം മെറ്റീരിയൽ വെച്ച് തന്നെ ടോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് സിങ്ക് ചെയ്ത് മേർജ് ചെയ്ത് പോകുന്ന പോലെ നമ്മൾ എംബ്രോയിഡറി ചെയ്തെടുക്കുക ചെയ്തത് മെറിലിന്റെ ഡ്രസ്സസിന്. അതുപോലെ തന്നെയായിരുന്നു ആളുടെ ഹൽദി ഫംഗ്ഷനുള്ളതും അതുപോലെ തന്നെ മധുരം വെപ്പിനുള്ളതും എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു കേട്ടോ കോസ്റ്റ്യൂം. ചിലർ അങ്ങനെ വന്ന് നമുക്ക് ഏൽപ്പിച്ചു തരാണ്, അത് എങ്ങനെ വേണേ ചെയ്തോ എന്നുള്ളത് പറയുമ്പം നമുക്കും ടെൻഷൻ ഉണ്ടെങ്കിലും അത് ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലും ഉണ്ടാവും. അത് ഏത് ബ്രൈഡ് വന്നാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ മെറിന്റെ കാര്യത്തിൽ അവരിങ്ങനെ ട്രസ്റ്റ് ചെയ്താണ് തരുന്നത്. തെരേസയിലും മതി, അത് ചെയ്തെടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണേലും നമ്മളുടെ ഫുൾ ഹാർട്ട് ആൻഡ് സോൾ ആണ് അതിലേക്ക് കൊടുക്കുന്നത്. ഓരോ ബ്രൈഡും തെരേസയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇഷ്ടം പോലെ ഡിസൈൻസിന്റെ കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.